ഡൗൺ പേയ്മെന്റ് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ലോൺ ഇല്ല. സെക്കൻഡ് ഹാൻഡ് ഭയങ്കര പലിശയാണ്. നമ്മളിപ്പോൾ ഒരു ഒരു വണ്ടി കൊടുക്കുന്ന സമയത്തേ നമ്മൾ സന്തോഷപരമായിട്ട് നമ്മൾ വണ്ടി കൊടുക്കണ്ടേ. അപ്പൊ നമ്മുടെ ലാഭം മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടുന്ന് ഒരു 1.40 വണ്ടി എടുത്തോണ്ട് പോയിട്ട് അടച്ചു വരുമ്പോ പുതിയ വണ്ടിയുടെ പൈസ 1 ലക്ഷം രൂപക്ക് നമ്മൾ ലോൺ എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 50,000 രൂപ പലിശ. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് അവർക്ക് ലോൺ വേണമെന്ന് പറഞ്ഞിട്ട് 50,000 രൂപ പലിശ നടപ്പാവും. അതാ പറഞ്ഞ. പിന്നെ അപ്പൊ നമ്മളായിട്ട് ഫിനാൻസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഒരു പോരായ്മ മാത്രമുണ്ട്. എന്താണെന്നല്ലേ, ഈ വണ്ടിയുടെ പെയിന്റിങ് നിങ്ങൾ ചെയ്യേണ്ടി വരും. വേറെ ഒരു കംപ്ലയിൻസും ഇല്ല, എഞ്ചിനെല്ലാം പക്കം ആണ്. വണ്ടി തരാൻ വേണ്ടി പോകുന്ന വെറും 75,000 രൂപക്കാണ്. അത് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ വണ്ടി നോക്കുകയാണെങ്കിൽ എഞ്ചിൻ സൈഡ് 100% ഗ്യാരണ്ടിയാണ്, ഒരു കുഴപ്പം കംപ്ലയിൻസ് ഒന്നും ഇല്ല. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ പക്കയാണ്. എടുത്തു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്, ബാറ്ററി മാറേണ്ടി വരും. പിന്നെന്ന് പറഞ്ഞാൽ ഈ വണ്ടി FI ആയിരുന്നു, അത് കൺവേർട്ട് ആക്കി കാർബറേറ്റർ ആക്കിയിട്ടുണ്ട്. 2 വയറും കിട്ടി വണ്ടിക്ക് തിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഷോർട്ട് ആകുന്നുണ്ട്. വണ്ടി ഇടയ്ക്ക് വെച്ച് ഒരു വണ്ടി ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ആരും കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. വണ്ടി നോക്കുവാണെങ്കിൽ എഞ്ചിൻ ഗ്യാരണ്ടിയാണ്, മീറ്ററെല്ലാം വർക്കിംഗ് ആണ്, ഇൻഷുറൻസ് പുതിയതാണ്, 1 മാസമായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട്.